ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സെയിം വ്ളോഗ്സ്. അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മാൻ്റെ 4 മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ കൂടി ഒത്തുകൂടിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അപ്പം ഡെലിവറി കഴിഞ്ഞ് വന്നതിന് ശേഷം ഇപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഫസ്റ്റത്തെ ഒത്തുകൂടലാണ് കേട്ടോ ഞാൻ വന്നത്. അപ്പോൾ ഇതിന് മുമ്പ് അവർ എല്ലാവരും കൂടിയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം താഴെ ഏട്ടൻ്റെ വീട്ടിലേക്കായിരുന്നു പരിപാടിയും കാര്യങ്ങളും. ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം എല്ലാവരും കൂടി വന്നിട്ട് അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒത്തുകൂടലും അതുപോലെ തന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് ഇരിക്കലും സംസാരിക്കലും അങ്ങനത്തെയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇന്നും അങ്ങനെ തന്നെ എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഞായറാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. പിന്നാണ് കേട്ടോ വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. അപ്പം മക്കളെ കളിയും ചിരിയൊക്കെ ആയിട്ട് അപ്പോൾ അടിപൊളി ദിവസം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ കൂടണം കേട്ടോ, എന്നാലാണ് കുട്ടികൾക്കാണെങ്കിലും അപ്പോൾ അതുപോലെ തന്നെ മുതിർന്നവർക്കാണെങ്കിലും എല്ലാവരുമായിട്ട് സംസാരിക്കാനും നമ്മളെ ഇൻ്ററാക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കുവെക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഒരു അടിപൊളി വീഡിയോ തന്നെയാണ്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കിടക്കാം. അപ്പം വീഡിയോയിൽ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉച്ചയ്ക്കായിരുന്നു കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു 1:30 ആയപ്പോഴായിരുന്നു എത്തിയത്. അപ്പം അല്ല 2 ബ്രദറും വൈഫും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൂത്ത ബ്രദറിൻ്റെ വൈഫ് വൈകുന്നേരമാണ് വരിക. മക്കളും അതുപോലെ തന്നെ രണ്ടാമത്തെ ബ്രദറും വൈഫൊക്കെ കുഞ്ഞാക്കാനൊപ്പം എത്തിയിട്ടുണ്ട്. അപ്പം കാക്ക എത്തിയ അവിടെ തന്നെ ഫുഡ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പം മീൻ കറിയും അതുപോലെ തന്നെ വൻപയർ ഉപ്പേരിയൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അവർ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ടൈമിന് എത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അവർ വെള്ളമൊക്കെ പിടിച്ചിട്ടായിരുന്നു വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ടായിരിക്കും വരിക കേട്ടോ. അതുകൊണ്ട് തന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയും അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സാധാ ഫുഡ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അത് അൽഹംദുലില്ലാ നമ്മളെല്ലാവരും സന്തോഷത്തോടെ തന്നെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ രണ്ടാമത്തെ ബ്രദറും വൈഫും മക്കളും എത്തിയിട്ടുണ്ട്. അപ്പോൾ റിച്ചു പിന്നെ താഴ്ന്ന് പിന്നെ കളിക്കാനൊക്കെ പോയിട്ടുണ്ട്. മുത്തു എത്തിയിട്ടില്ല. അവനക്കന്ന് ഒരു സെലക്ഷനും ഫുട്ബോളിൻ്റെ ടൂർണമെൻറ്റും മറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ. അപ്പോൾ അതുകൊണ്ട് അവൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ചാറും മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും കഴിക്കാനുണ്ടോ. അപ്പോൾ അയിലക്കറിയായിരുന്നു ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇച്ചു ഉറങ്ങി എണീറ്റ ടൈമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞ് ഓനിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാറ് കഴുകാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. അപ്പോൾ മൂത്ത ബ്രദർ വണ്ടി ഒന്ന് കഴുകുകയാണ്. അപ്പം ഓനും അതിൻ്റെ വൈത്താലെ കാക്കാൻ്റെ ബേക്കിൽ തന്നെ ഇറങ്ങിയിട്ട് കഴുകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊന്നും പിന്നെ വീഡിയോയിൽ എടുത്തിട്ടില്ല. പിന്നെ അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് പുറത്തിങ്ങനെ ഇരുന്ന് ഓരോന്ന് സംസാരിക്കാനുണ്ട്. അപ്പോൾ പാമ്പിൻ്റെ കാര്യമൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ പാമ്പ് കറി ഉണ്ടാക്കുന്നതിന് കുറേ ആൾക്കാർ പാമ്പൊക്കെ കഴിക്കുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളൊക്കെയാണ്. അപ്പോൾ ഇച്ചു ഇതാ മുറ്റത്ത് തന്നെ ഉണ്ട്. പിന്നെ ഉമ്മ അവിടെ കപ്പ പറിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വൈകുന്നേരത്തേക്ക് കപ്പയും ചമ്മന്തി ആക്കാനാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രാത്രി വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ, എന്താണെന്നുള്ളത് ഇപ്പം പറയുന്നില്ല. അങ്ങനെ ഇതാ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെന്താക്കിയിട്ട് കരിമ്പ് വെട്ടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വേഗിൽ കരിമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പം നല്ലോണം മൂത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ഒരു വരുമ്പോൾ നമുക്ക് എന്തായാലും അത് മുറിക്കണം. കാരണം ചിലതൊക്കെ മൂത്തിട്ട് വെണ്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം പറിക്കുന്ന ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെത്തി നമ്മൾ പുറത്ത് സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ വേഗം കരിമ്പ് കൊത്തുകയാണ്. കാരണം നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വായിലിങ്ങനെ തിന്നാനുണ്ടെങ്കിൽ അതിൻ്റെ ഒരു രസം എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളധികം ബേക്കറിയും കാര്യങ്ങളൊക്കെയും കഴിക്കുക. അപ്പോൾ ഇതൊക്കെ ആകുമ്പം നമ്മളെ വയറ്റിനും നല്ലതാണ്, അതുപോലെ തന്നെ നമുക്കും നല്ലതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയതും ആണല്ലോ. അപ്പോൾ കരിമ്പാകുമ്പം നമ്മൾ എക്സ്ട്രാ രാസവസ്തുക്കൾ അങ്ങനെയൊന്നും അകത്തേക്ക് ചെല്ലുന്നുമില്ലല്ലോ. അങ്ങനെ നമ്മളെല്ലാവരും സംസാരിച്ചുകൊണ്ട് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ അയൽവാസികൾക്ക് ഓർക്കൊക്കെ കൊത്തിയപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്തും താത്താൻ്റെ അവിടെ, അതുപോലെ തന്നെ ഇപ്പുറത്ത് ചേച്ചിക്കും അഭിതാത്താക്കും അതുപോലെ തന്നെ അഞ്ജുവിൻ്റെ വീട്ടിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കൊടുത്ത് പിന്നെ നമ്മളും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചു എൻ്റെ താത്താൻ്റെ ഫോൺ അടിച്ചപ്പോൾ ഏറ്റവും ഫോൺ എടുത്ത് വന്നിട്ടുള്ളതായിരുന്നു. പിന്നെ സംസാരിച്ച് ഇങ്ങനെ കഴിക്കുന്നത്. അപ്പം നല്ലൊരു രസം തന്നെയായിരുന്നു കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്ക് ഒത്തുകൂടുമ്പോഴാണ് കുറേ സന്തോഷങ്ങൾ. നമ്മളെപ്പോഴും വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കാര്യമില്ല കേട്ടോ. അങ്ങനെ ഇതാ എൻ്റെ ഇച്ചു മുറ്റത്ത് കൂടെ കളിക്കില്ല. അപ്പോൾ അപ്പുറത്ത് മുണ്ടക്കായുള്ള താത്ത വന്നിട്ടുണ്ട് കേട്ടോ. ഓരോ വീടൊക്കെ ഉരുള് പൊട്ടിയോണ്ട് തന്നെ അവിടെ താമസയോജ്യമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർ വന്നതുകൊണ്ട് തന്നെ അവർ ഇതാ കുറച്ച് ചിപ്സോ മറ്റോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾ കൈ തൂക്കിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഓരെപ്പോഴും ഇച്ചുവിനെ കണ്ട് എന്തെങ്കിലുമൊക്കെ കയ്യിൽ കൊടുക്കും കേട്ടോ. പിന്നെ നമ്മൾ കപ്പൊക്കെയുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വൃത്തിയാക്കുക. അപ്പോൾ ഈ സംസാരിക്കുന്നതിൻ്റെ കൂടെ നമ്മൾ പൂള വൃത്തിയാക്കലും നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ജസ്റ്റ് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് എന്താക്കുകയാണ്
വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കപ്പ പുഴുക്കല്ലല്ലോ ഉണ്ടാക്കുന്നത്, ജസ്റ്റ് ചമ്മന്തിയും കൂടിയിട്ട് ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ എല്ലാവരും കൂടിയിട്ട് ഏജനെ ഞാൻ നിലത്ത് കിടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ കളിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതാ കാക്ക വാർക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാക്കാനെ വിളിച്ചിട്ട്, അപ്പോൾ കാക്ക ഇതിൻ്റെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്, ആൾക്ക് ഒരു ഗ്ലാസ്സിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഓട്ടപാത്രത്തിലേക്ക് ഇതാക്കുകയാണ് കേട്ടോ. അപ്പം ബേക്കുന്നേന്നു, കാരണം നല്ല ചൂടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അഥവാ നമ്മൾ പൈപ്പ് കൂടെ വാഷ് ബേസിൽ പൈപ്പേറ്റ് ഉരുകിയാലോ എന്ന് പറഞ്ഞിട്ട് അരക്ക് കല്ലിൻ്റെ അവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ ഇതാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഇച്ചുവിനും സച്ചുവിനൊക്കെ പാത്രത്തിലിട്ട് ഓരോ പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഇതാ കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചമ്മന്തിയും കൂടി കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ കപ്പയും കൊണ്ട് മുളക് ചമ്മന്തി കേട്ടോ, മുളക് പൊടിയും കൊണ്ടുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. മുളക് പൊടിയും ഉപ്പും പിന്നെ സുറുക്കിയും പിന്നെ അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ ഈ 4 ഇൻഗ്രീഡിയൻസും കൂട്ടിച്ച് ചമ്മന്തി കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്കി വന്ന ബാലൻസ് ഞങ്ങൾ രാത്രിക്കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെയല്ല ചമ്മന്തി, അത് വേറെ മോഡലിലേക്ക് ചമ്മന്തി നമ്മൾ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് എന്താക്കാണ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇച്ചും ടേബിളിൻ്റെ മുകളിൽ തന്നെ ഇരുന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഞാനും എല്ലാവരും ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പം താഴ്ന്ന് ഓരെത്തിയിട്ടുണ്ടായിരുന്നില്ല, ഒരു മക്കൾ ഉറങ്ങിയിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് താഴ്ന്ന് അവരെത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ റിച്ചു കളിക്കാൻ പോയിട്ട് എത്തിയില്ല. അപ്പോൾ അവർക്കൊക്കെ ഇനി വരുമ്പം കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ മൂത്ത ഏട്ടൻ്റെ വൈഫും അവരും എത്തിയിട്ടുണ്ടായിരുന്നില്ല, അവർക്കും അവർ വന്നതിന് ശേഷമാണ് കേട്ടോ കുറച്ച്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ വീട്ടിലുള്ള കപ്പയും അതുപോലെ തന്നെ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ നമ്മൾ കഴിക്കുക മാത്രമല്ല കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ സംസാരിക്കുന്നതൊക്കെ നമുക്കൊരു ദിവസം പുറത്തുനിന്ന് എന്ന് വെച്ചാൽ ഫുൾ കോഴി ഉണ്ടല്ലോ, അപ്പോൾ അത് ഒറ്റയ്ക്ക് ഇങ്ങനെ ചുട്ടിട്ട് കഴിക്കണം എന്നൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത്. നമ്മളെ കാര്യം വിറ്റാണ്, കുറേ പ്ലാനിങ് ഒക്കെ കേട്ടോ. അപ്പോൾ അതിൽ ചിലത് നടക്കും ചിലത് നടക്കില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എവിടെയെങ്കിലും കുന്നിൻ്റെ മുകളിൽ വെച്ചിട്ട് കുക്ക് ചെയ്യണം, അങ്ങനെ എന്നിട്ട് ഫുഡ് ഉണ്ടാക്കണം. അപ്പം അങ്ങനത്തെ ടോക്കൊക്കെയാണ്. അപ്പം സംസാരം കാര്യങ്ങളൊക്കെ ഭയങ്കര വിറ്റാണ്. അപ്പം അതിൻ്റെ വോയിസ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഞാനാണ് വോയിസ് ഓവർ എടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ മക്കളെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ താത്തയും കുട്ടികളൊക്കെ വന്നപ്പോൾ ഓരും ചായയൊക്കെ കുടിക്കാൻ കേട്ടോ. അപ്പം ഇച്ചും മോനോസും പിന്നെ വേഗം വണ്ടിയിൽ കയറി കളിക്കുകയാണ്. അപ്പോൾ മോനോസ് വന്നാൽ ഇവനിക്ക് കളിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ, വേഗം ഇറങ്ങലും. അതുപോലെ തന്നെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് രാവിലെ സ്കൂൾ വാന് പോകുമ്പം ഇവനിക്കും വാന് പോകണം, മോൻ്റെ ഒപ്പം പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇക്കാൻ്റെ ഫോൺ കോളും അതുപോലെ തന്നെ ഇച്ചുവിൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓനിങ്ങനെ ഓരോന്ന് കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്, എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം എല്ലാം ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കട്ടാക്കിയിട്ട് സംസാരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ മുറ്റത്തുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം എല്ലാവരും പുറത്തിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം വൈകുന്നേരം നമ്മൾ ബിരിയാണി ആദ്യം നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാമെന്നായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് വരട്ടും. പക്ഷേ പിന്നെ അത് പ്ലാനിങ് ഒക്കെ മാറി, അത് ബിരിയാണിയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ ബീഫ് വരട്ടും ഒക്കെയാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ബിരിയാണി ഉണ്ടാക്കാൻ മല്ലിച്ചപ്പും പൊതിനയൊക്കെ വേണമല്ലോ, അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ മൂത്ത താത്താനെയും മോളും പിക്ക് ചെയ്യാനും കൂടി വേണം. അപ്പോൾ അവർ മേപ്പാടിയിലേക്ക് വരും. അപ്പോൾ ഓരോ കൂട്ടാനും കൂടി വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ മക്കളെല്ലാവരും കൂടി പോകുന്നുണ്ട്, സച്ചും അതുപോലെ തന്നെ ഇച്ചും മോനോസും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇനി ഓരോ കൂട്ടാൻ വേണ്ടി പോവാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഓരോരുത്തർ ഒരുക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നെയ്ബറിൻ്റെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നതുകൊണ്ട് കാറൊക്കെ അവിടെ ഇങ്ങനെ റോട്ടുമ്പിൽ ചെയ്യുന്നുട്ടോ ഉള്ളത്. അപ്പോൾ അവർ ഇറങ്ങിയതിന് ശേഷം പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഉള്ളിയും തക്കാളിയും അപ്പോൾ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ സെറ്റാക്കി വെക്കാറുണ്ട്. എന്നാൽ പിന്നെ പരിപാടി വേഗം കഴിയും. പക്ഷേ എന്തായാലും ഫുഡ് കഴിക്കാൻ എന്തായാലും ലേറ്റ് ആകും, കാരണം 9:45 കഴിയും കേട്ടോ. കാരണം ഇക്കൊക്കെ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തെത്തുമ്പോൾ എന്തായാലും ലേറ്റ് ആകും. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞാവി ആ സമയത്ത് തന്നെയാണ് കേട്ടോ ഇരിക്കാൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ സാധിക്കും എന്തായാലും നേരത്തെ എത്തും. അങ്ങനെയൊക്കെ കഴിഞ്ഞു. ഇതാ താത്തയും റിനോസൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ പിന്നെ വേഗം ബേബീനെയൊക്കെ എടുത്ത് ഇരിക്കുകയാണ്. പിന്നെ പുറത്തുതാ കുഞ്ഞുങ്ങൾക്കൊക്കെ സംസാരിക്കാൻ കേട്ടോ. അങ്ങനെ പിന്നെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അകത്തേക്ക് തന്നെ കയറിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇച്ചും മോനൂസും എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ മോനൂസിന് പിന്നെ താഴോട്ടേക്ക് അവർക്കൊരു ഗസ്റ്റ് വന്നപ്പം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതായത് നമ്മൾ പരിപാടിക്ക് എടുക്കുകയാണ്. അപ്പം മുത്തുവിനോട് അവൻ്റെ കളീൻ്റെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. അപ്പം മൂക്കിൽ നല്ലൊരു മുറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എനിക്ക്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ
സവാളയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കുന്നുണ്ട്. അപ്പം റിനോസ് ഇതിനെയും പിടിച്ച് നടക്കുകയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും. പിന്നെ അവർക്ക് പിന്നെ ചായയൊക്കെ കൊടുക്കാനും ചായയും അതുപോലെ തന്നെ കപ്പയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ സ്ഥിരം പരിപാടി മക്കൾ ഇതാ വണ്ടികളൊക്കെ കളിക്കുകയാണ്. അപ്പം എല്ലാവരും കൂടി കളിക്കുന്നുണ്ട്. പിന്നെ റിനോസും ഒക്കെ അവിടെ ബേബീനെ നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ പൊന്നുമൊക്കെ. അങ്ങനെ പിന്നെ ഇതാ പിന്നെ നമ്മൾ വീട്ടിലേക്ക് അടുക്കളയിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ബീഫിലേക്കുള്ളത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ബേബിക്ക് പാലൊക്കെ കൊടുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് തന്നെ ഇടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പോൾ അത് കുഴച്ച് വെക്കാൻ നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബാക്കി മസാല പരിപാടികളൊക്കെ വിസിലടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവർക്കും അറിയാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് വെക്കുക. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാത്തത് കേട്ടോ. നമ്മൾ സ്ഥിരം കാണിക്കുന്നതാണ്. അപ്പം വീണ്ടും കാണിച്ചിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ ബോറടിപ്പിക്കേണ്ട വെച്ചിട്ടാണ് കേട്ടോ റെസിപ്പി ഇട്ട റെസിപ്പീസ് തന്നെ പിന്നെയും കാണിക്കാത്തത്. അപ്പം കുട്ടികളെ കളികളും ഇതൊക്കെ ആകുമ്പോൾ അപ്പോൾ നിങ്ങൾക്കും കാണാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഒരു മടുപ്പ് തോന്നൂലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പം വണ്ടിയിൽ എല്ലാവരും കളിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവരിങ്ങനെ അടുക്കളയിലേക്കും വരും കേട്ടോ. ജസ്റ്റ് നമ്മളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഉമ്മാനെയും അതുപോലെ തന്നെ വെള്ളമൊക്കെ ചോദിച്ചിട്ടൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതാ ഓരോ പരിപാടികളായിട്ട് തകൃതമായി തുടങ്ങി. അപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ലാസ്റ്റത്തെ ഈ ഒരു ബാച്ചും കൂടിയേ ഉള്ളൂ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കിയൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ മസാല ഇതാ സെറ്റാക്കി കഴിഞ്ഞു. ഫ്രൈ ചെയ്തതിന് ശേഷമൊക്കെ സെറ്റാക്കി ഇനിയിപ്പോൾ നമുക്ക് ചോറിൻ്റെ പരിപാടി മാത്രമേ ആണ് കേട്ടോ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, ചെമ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ എല്ലാവരും കൂടി സംസാരിക്കാനുണ്ട്. അപ്പം ഇവരെന്തൊക്കെയോ ഉരുള് പൊട്ടുന്നതിനെ സംഭവത്തെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. മുണ്ടക്കായത്തെ അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അതുപോലെ തന്നെ പുത്തുമലയിൽ ഇപ്പം ഇന്നലെയാണ് അവർക്ക് സ്കൂൾ റീഓപ്പൺ ചെയ്തത് കേട്ടോ. അപ്പം മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിലാണ് ഇപ്പം LP സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള UPയും ഹൈസ്കൂളും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി ഒക്കെ മേപ്പാടി സ്കൂളിലുമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇതായിരുന്നു. അപ്പോൾ ന്യൂസ് കണ്ടിട്ട് ഇപ്പോൾ നമ്മൾ ന്യൂസെല്ലാം കണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. പിന്നെ അല്ലാതെയുള്ള സംസാരങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ തട്ടിക്കൂട്ടിയുള്ള നമ്മളെ എന്താണ് എല്ലാ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ബിരിയാണി മസാല ഒന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പൊന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ സാധനങ്ങളൊന്നും സ്റ്റോക്കില്ല കേട്ടോ. ഇൻഷാല്ലാ ഇനി അതൊക്കെ വാങ്ങി വെക്കണം. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും കൂടിയിട്ട് ഓരോന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ ബേക്കറിയും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിക്കാനുണ്ട്. അപ്പോൾ റിന്യൂസ് വന്നപ്പം ഓളെടുത്ത് കഴിഞ്ഞപ്പം എനിക്കും മുത്തോനും എല്ലാവർക്കും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഫ്രൈ ചെയ്തിട്ടുള്ള ഇനി ഉള്ളിയും അതുപോലെ തന്നെ മുന്തിരിയാണ് കേട്ടോ ഇടുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അണ്ടിപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടില്ല. പിന്നെ നമ്മളെ സെയിം എന്താണ് പുതിനയും മല്ലിച്ചപ്പോൾ അതും ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ബീഫാണ് കേട്ടോ. ബീഫിൽ ഇനി വെള്ളം കുറച്ച് വറ്റിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രാത്രി 9:30 കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞാവിയും മിക്കൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ അവരെന്തായാലും ലേറ്റ് ആകും എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ വരുന്ന വീഡിയോയും കൂടി എടുത്തത്. അപ്പം സാജിക്ക് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ എല്ലാവരും കൂടിയിട്ട് ഇവിടുന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. അതുപോലെ തന്നെ ആൾക്ക് കപ്പ വലിയ ഇഷ്ടമില്ല കേട്ടോ, തീരെ ഇഷ്ടമില്ല. കാരണം കപ്പ ചക്ക അതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഒന്നൊക്കെ കഴിച്ചാലായിട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് കഴിക്കാൻ തന്നിട്ടില്ല. പിന്നെ നമ്മൾ വേഗം എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരുമിച്ചിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ബിരിയാണിയും തൈരും അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കപ്പൊക്കെ ഉണ്ടാക്കിയ ചമ്മന്തി ഉണ്ടല്ലോ മുളകിൻ്റെ, അപ്പോൾ ആ ഒരു ചമ്മന്തിയിലേക്ക് നമ്മൾ തേങ്ങ ചിരവി ഇടുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എക്സ്ട്രാ ആയിട്ട് വേറെ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ആ ഒരു ചമ്മന്തി. പിന്നെ അങ്ങനെ ഇതാ നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു രസം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ എല്ലാവർക്കും പോകണം. അപ്പം കാക്ക ഇനി എന്തായാലും വണ്ടി എടുത്ത് പോകും. പിന്നെ സ്കൂട്ടിയിലും കുറച്ച് ആൾക്കാർ പോകും. അങ്ങനെ പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷം പാത്രം കഴുകലും അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഞാനും എടുത്തിട്ടുണ്ട് ചിക്കൻ ബിരിയാണിയും ബീഫ് വരട്ടും അതുപോലെ തന്നെ ചമ്മന്തിയും തൈരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഒന്നും ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഒക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാഹ് റാഹത്തായി തന്നെ ഈ ഒരു പരിപാടി കഴിഞ്ഞു. അങ്ങനെ ഇതാ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരായി പോവുകയാണ്. അപ്പോൾ ഞാൻ പാത്രം കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് കഴുകലല്ല കൗണ്ടർ ടോപ്പ് നന്നാക്കും കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.